നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എവിടെ? വിളിക്ക്. ദിയ ഇവിടെ ഉണ്ടോ ഇല്ലയോ ഒറ്റ വാക്കി പറ. ഇവരുടെ പരിഭ്രമം കണ്ടാൽ അറിയാം ദിയ ഇവിടെ ഉണ്ട്. എന്താ സാർ കാര്യം? ദിയയെ കസ്റ്റഡിയിൽ എടുക്കാനാ വന്നത്. അവരെ ഇങ്ങോട്ട് വിളിക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറി തിരയും. എന്തിനാ അവളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്? ഒന്ന് ചോദ്യം ചെയ്യണം, മൊഴിയെടുക്കണം. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ദിയയിലേശ സംശയമുണ്ട്. എന്താ സർ കേസ്? അത്ര ഗൗരവമുള്ളതൊന്നുമല്ല, ഒരു കൊലപാതകം. സെർച്ച് വാറണ്ടുണ്ട്. വീട് ഞങ്ങൾ സെർച്ച് ചെയ്യുകയാണ്. ആടോ. ദിയയുടെ ലാപ്ടോപ്പ് അല്ലേ ഇത്? ഞങ്ങൾ കൊണ്ടുപോവാ. സർ ഇവിടെയും കാണുന്നില്ല. ദിയെ കിട്ടിയില്ല. ഞങ്ങൾ ഇവിടെ എത്തുന്ന സമയത്ത് തീർച്ചയായും ദിയ ഇവിടെ ഉണ്ടായിരുന്നു. ദിയ ഇവിടെ ഉണ്ടെന്ന് വ്യക്തമായ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയത്. എവിടെ ഒളിപ്പിച്ചാലും ഞങ്ങൾ അവരെ പിടികൂടാതിരിക്കില്ല. എത്രയും വേഗം അവരോട് സ്റ്റേഷനിൽ വന്ന് ഹാജരാക്കാൻ പറയും. ഇനിയും ഇക്കാര്യത്തിൽ ഞങ്ങളെ ഇങ്ങോട്ട് വരുത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ആകെ ഉലഞ്ഞു പോയിരിക്കുന്നല്ലോ. ആദ്യമായിട്ടാണ് ഈ നിലയിൽ ദിയയെ ഞാൻ കാണുന്നത്. ഈ നിലയിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കാൻ എല്ലാരും കൂടി. പിടിച്ചു നിൽക്കാൻ ഒരു തുണയുണ്ടായില്ലെങ്കിൽ ഞാൻ വീണു പോവും. അത് വേണ്ട. ഞാനുള്ളപ്പോൾ ദിയയെ ഒരിടത്തും വീഴാൻ സമ്മതിക്കില്ല. അതാണല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം. കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഞാനിങ്ങോട്ട് പാഞ്ഞു വന്നത് വേറെന്ത് കാരണത്താലാണ്? എല്ലാ വഴികളും അടഞ്ഞിരിക്കുക. ഗതികെട്ട ഈ സന്ദർഭത്തിലും ഞാൻ കണ്ട ഒരേ ഒരു മാർഗം സുഗുണപാലം മാത്രം. ദിയെ പതറാതിരിക്കൂ, ഭയപ്പെടുകയും വേണ്ട. ഏത് പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാകുമല്ലോ. പോലീസ് എന്നെ വിടാതെ പിന്തുടരുന്നുണ്ട്. ഏത് നിമിഷവും ഞാൻ പിടിക്കപ്പെടാം. ആ മുന്നറിയിപ്പ് ഞാൻ നേരത്തെ തന്നതാണല്ലോ. അത് ഞാൻ കണക്കിലെടുക്കാതിരുന്നിട്ടില്ല. ആ നിമിഷം മുതൽ രക്ഷപ്പെടാനുള്ള വഴികൾ അന്വേഷിക്കായിരുന്നു ഞാൻ. തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാ പോലീസ് വീട് വളഞ്ഞത്. എന്നിട്ട് എങ്ങനെ അവിടുന്ന് കടന്നു? എന്റെ ഒരു ധൈര്യം. അവര് വീട് മുഴുവൻ അരിച്ചു പറക്കി സെർച്ച് ചെയ്യുമ്പോഴും ഞാൻ കട്ടിലിനടിയിൽ പതുങ്ങി കിടപ്പുണ്ടായിരുന്നു. സെർച്ച് ചെയ്തവർക്ക് കട്ടിലിനടിയിൽ നോക്കാൻ തോന്നിയിരുന്നെങ്കിൽ പിടിക്കപ്പെട്ടേനെ. നിലത്ത് കിടന്ന് കട്ടിലിന്റെ അടിയിൽ പരിശോധിക്കാൻ തുനിഞ്ഞ ഞാൻ അവനെ അവിടെ ഇട്ട് കൊല്ലുമായിരുന്നു. അവന്റെ ആയുസിന്റെ ബലം. ഒരു ഒളിവ് ജീവിതത്തിന് വേണ്ടി പണം സ്വരൂപിക്കാൻ വേണ്ടി
പല വാതിലുകളും ഞാൻ മുട്ടി, ഒരു വാതിലും തുറന്നില്ല. മുൻപൊരിക്കലും ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കമ്പനിയിൽ നിന്ന് കുറച്ച് പണം കളക്ട് ചെയ്യാമെന്ന പ്രതീക്ഷയും തെറ്റി. അവിടെയും ബ്ലോക്ക് ചെയ്തിരിക്കുക. അവിടുത്തെ അക്കൗണ്ടന്റിനെയും അവർ കയ്യിലെടുത്തു കഴിഞ്ഞു. ആര്? ശരണ്യ. ഇപ്പോഴത്തെ എന്റെയും എന്റെ കുടുംബത്തിന്റെ ഈ അവസ്ഥ ഈ നിലയിലാക്കിയത് അവൾ ഒറ്റ ഒരുത്തിയാ. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും ഒരു റിയാക്ഷൻ ഉണ്ടാവും. ദിയയുടെ പ്രവൃത്തിക്ക് പകരം അവളും തിരിച്ചടിക്കാൻ തുടങ്ങി എന്ന് വേണം കരുതാൻ. അവളുടെ ആ കളി മുഴുവൻ അവസാനിപ്പിച്ചിരിക്കും ഞാൻ. ഏതവസ്ഥയിൽ ഇരുന്നു കൊണ്ടും ഞാനത് ചെയ്യും. ഇപ്പൊ ദിയയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ഞാൻ വിശ്വസിച്ചിട്ടുള്ളവരൊക്കെ എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. ഈ കഠിനമായ സാഹചര്യത്തിൽ എനിക്കൊരു സഹായം ചെയ്യാൻ തയ്യാറാവുന്നത് സുഗുണപാലൻ മാത്ര. പറയൂ ദിയ, ഞാൻ എന്താ വേണ്ടത്? എന്റെ കയ്യിൽ പണമൊന്നുമില്ല. കുറെ സ്വർണ്ണമുണ്ട്. അതൊന്ന് വിറ്റു തരണം. എത്രയുണ്ട്? പവനിലേറെ. എവിടുന്ന് സംഘടിപ്പിച്ചു ഇത്രയും സ്വർണം? ഞാനിത് കൊള്ളയടിച്ചതാ. എവിടുന്ന് കൊള്ളയടിച്ചു? അത് വീട്ടിൽ നിന്ന് തന്നെ. അമ്മയുടെ ശേഖരത്തിലുള്ളത് മുഴുവൻ ഞാൻ എടുത്തു. അമ്മ അലമുറയിട്ട് ഇപ്പോഴും കരയുന്നുണ്ടാവും. അമ്മ ഇതറിഞ്ഞോ? ഞാനിത് അടിച്ചു മാറ്റുന്നതും അമ്മ തന്നെ കൈയോടെ പിടിച്ചു. അതേ സമയത്ത് തന്നെ പോലീസ് എത്തിയതുകൊണ്ട് ഇതെന്റെ കയ്യിലായി. കണ്ണീരിന്റെ നനവുള്ള ഈ സ്വർണം നമുക്ക് വിൽക്കണം. സുഗുണപാലൻ അതിൽ വിഷമിക്കണ്ട. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിനുള്ള ന്യായീകരണമാണ്. ശരി, സ്വർണം വിൽക്കാം. അത് മാത്രം പോരാ. പിന്നെ? എനിക്ക് ഒളിവിൽ ജീവിക്കാൻ സുരക്ഷിതമായൊരു താവളം ഒരുക്കി തരുകയും വേണം. ഞാനത് മുമ്പേ ഓഫർ ചെയ്തതാണല്ലോ. ദിയയുടെ ഒളിത്താവളം ഞാൻ അറിയുന്നത് അപകടമായിരിക്കുമെന്നാണല്ലോ അപ്പൊ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞോ? എത്ര പെട്ടെന്നാണ് ദിയ അത് മറന്നത്. എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? സോറി, എനിക്കിപ്പോ വിശ്വാസമുള്ളത് സുഗുണപാലനെ മാത്രമാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ദിയയുടെ ഒളിത്താവളം ജീവൻ പോയാലും ഞാൻ പുറത്തുവിടില്ല. ഈ ഉപകാരത്തിന് തക്ക പ്രതിഫലം ഞാൻ സുഗുണപാലന് തരും. ആ കാര്യത്തിൽ ദിയ എനിക്ക് വിശ്വാസമാണ്. ആ വിശ്വാസം ഞാനും പാലിക്കാം. ശരി, സേഫായ ഒരു ഷെൽട്ടർ ഞാൻ ശരിയാക്കി തരാം. സാറോ? ഇതൊരു ഔദ്യോഗിക വരവല്ല, തികച്ചും സ്വകാര്യമായ ഒരു സന്ദർശനം. ബുദ്ധിമുട്ടായോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. വരൂ അത്തേക്ക്. ഇരിക്കൂ സാർ. താങ്ക് യു. ശരണ്യ ഇവിടെ ഇല്ലേ? ഇല്ല, ഓഫീസിൽ പോയിരിക്കുക. ഞാൻ വന്നത് ശരണ്യ ഒന്ന് കാണാനായിരുന്നു. എന്തു പറ്റി സാർ? ഏയ് ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ വീട്ടിൽ പലതവണ വന്നിട്ടുണ്ട്. അത് കുറ്റവാളികളുള്ള വീട് എന്ന വിശ്വാസത്തിലായിരുന്നു. ഇപ്പൊ ഇതെന്റെ കണ്ണിൽ നിരപരാധികൾ താമസിക്കുന്ന പവിത്രമായ വീടാണ്. വളരെ നന്ദി സാർ. പിന്നെ കഴിഞ്ഞ ദിവസം ശരണ്യ കോടതി പരിസരത്ത് വെച്ച് പോലീസിനെ വിലക്കിയ പെർഫോമൻസ് ഉണ്ടല്ലോ, സൂപ്പർ. പറയാതിരിക്കാൻ പറ്റില്ല. ACP ഞാനുമെല്ലാം ആ പ്രകടനത്തിൽ അക്ഷരാർത്ഥത്തിൽ വീണുപോയി. അവൾ പറഞ്ഞു, അത്തരമൊരു സാഹചര്യത്തിൽ അവൾ അങ്ങനെ ചെയ്തു പോയതാണ്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഭംഗിവാക്കല്ല, ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞതാണ്. പെൺകരുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ്.